കൊച്ചുണ്ണിയോട്ടായിരുന്നു നെയ്യപ്പം തന്നേ. ഒന്ന് പോയാ പുട്ടാ, നെയ്യപ്പം കാണാരേട്ടനും കുമാരേട്ടനുള്ളോ? ഒരു കാണാരേട്ടനുണ്ട്, കുമാരേട്ടനുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടേ? അല്ല സന്ധ്യയായി, നമുക്ക് ഉറങ്ങണ്ടേ? വേണ്ടക്ക് ടി വി കണ്ടിരിക്കണം. പഠിക്കണ കുട്ടിക്ക് ഉണ്ണി ഇന്ന് ചേച്ചി പിറന്നാളാണ്, ആഘോഷിക്കാൻ പോവട്ടെ? വേണ്ട വേണ്ടേ? വിട്ടോ കുട്ടി, വേണ്ട. എനിക്ക് പഠിക്കണം, എനിക്ക് വെള്ളോട്ടുണ്ട്. പഠിക്കണം എക്സാം വരാൻ പോവാ. അച്ഛൻ ഇങ്ങോട്ട് പോണ്. എനിക്കറിയില്ല. മുന്തിരി അയ്യോ, അച്ഛൻ മാത്രം കഴിക്കണോ? കുട്ടി സേവാങ്ക് വന്നു. കൊച്ചേ ഒന്ന് മിണ്ടാടിക്ക്. അച്ഛന് ഷുഗർ അല്ലേ? ഇതിൽ ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കും. ഓ, ഈ കാന്താരിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് പ്രശ്നമാക്കും. ഇത് ഞാൻ ശരിയാക്കും. അമ്മേ, അതെ അച്ഛനവിടെ മുന്തിരി കഴിക്കാൻ ആരും കാണാതെ. ഈ അച്ഛനെ എന്ത് കണ്ടിട്ട് ഈ മുന്തിരിയൊക്കെ എടുത്ത് കഴിക്കണത്? അച്ഛന്റെ ഷുഗർ 300. ഞാനൊന്നും പറയണില്ല, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഓ, ഈ രമേശേട്ടൊന്ന് വരട്ടെ, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാണ്ട പറ്റില്ല. ഓ, എന്റെ കാല് വേണ്ടിട്ട് വയ്യ. ഇനി ഞാൻ എന്താ ചെയ്യ? ആ, കാലുവേദന ഉണ്ടാവും. ഞങ്ങള് കാണാണ്ട മധുരം എങ്ങനെ കഴിക്കല്ലേ? അപ്പൊ ഷുഗർ കൂടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അച്ഛന് മധുരം കണ്ട ഒരു നോട്ടം ഇല്ല. അപ്പൊ ഇത് ഷുഗറിന്റെ ഗുളിക, അത് കഴിച്ചോളൂ. ഒരെണ്ണം ഇതെന്താ മുട്ടൊഴിഞ്ഞിരിക്കണേ? സുമിത്രേ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോ? ചായ ഉണ്ടാക്കാൻ പോവായിരുന്നു രമേശേട്ടാ. രമേശേട്ടാ, അച്ഛൻ നമ്മളെ പറ്റിച്ച് നല്ലോണം മധുരം കഴിക്കുന്നുണ്ട്. അമ്മൂസാണത് കണ്ടുപിടിച്ചത്. അച്ഛന്റെ ഷുഗർ കൂടിയിട്ടേ അപ്പൊ മരുന്ന് കൊടുത്തിട്ടുള്ളൂ. ഓ, ഈ അച്ഛൻ എന്ത് കണ്ടിട്ടാണ്? കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. എന്താ അത്? അച്ഛന് ഷുഗർ കഴിക്കുന്നതിന് ഇപ്പൊ ഒരു കൺട്രോളും ഇല്ല. എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിലേക്ക് നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞു. ഞാൻ അധികം പഞ്ചാരയൊന്നും കഴിക്കാറില്ല. അത് ശരിയാ, പഞ്ചാര കഴിക്കാറില്ല. ഞങ്ങളെ കാണാതെ പഴവും ആപ്പിളും മുന്തിരിയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കല്ലേ? അതാണോ? കലാരം പറഞ്ഞിട്ടുണ്ട് ഫ്രൂട്ട്സിലൊന്നും മധുരമില്ല, നന്നായി കഴിക്കാറ്. ഓ, എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു കണാരൻ. അയാൾ ആരാ? ഡോക്ടറാണോ? അയാളാണ് അച്ഛനെ വഴിതെറ്റിക്കുന്നത്. അല്ല, കണാരൻ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. കഴിക്കാറുണ്ട്. അതാണ് കണാരേട്ടന്റെ ഷുഗർ ലെവൽ 400. കുറച്ചൊക്കെ കഴിക്കാം, അല്ല എന്താ? കൊച്ചുണ്ണി, നമ്മളെ ഉണ്ണിയപ്പൊക്കെ റെഡിയല്ലേ? പിന്നെ നെയ്യപ്പം കാണാരേട്ടനെ നോക്കിയിരിക്കാണ്. അല്ല കൊച്ചുണ്ണി, നമ്മളെ കുമാരേട്ടൻ വന്നില്ലല്ലോ. നെയ്യപ്പത്തിന്റെ വാസന അടിച്ച കുമാരേട്ടൻ തന്നെ ഇവിടെ എത്തും. നെയ്യപ്പത്തിന്റെ വാസന. അച്ഛനെടുക്ക് ധൃതി പിടിച്ച് പോണത്. ഹലോ സുമിത്രേ, കുമാരേട്ടൻ ഇതിലേ പോകുന്നുണ്ടു. കൊച്ചുണ്ണേട്ടൻ്റെ ചായക്കടയിലേക്കാണോ എന്ന് സംശയമുണ്ട്.
ഇപ്പൊ ചെന്നാ കയ്യോടെ പിടിക്കാം. കൊച്ചുണ്ണി എന്നാവോ നമ്മളെ വീട്ടുകാർ പൊക്കുക? നിങ്ങളെ വീട്ടുകാർ വെക്കൊന്നുമില്ല. ഈ കൊച്ചുണ്ണിയാരുടെ ഉണ്ണിയപ്പം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഷുഗർ കുറയുള്ളൂ, ഒട്ടും കൂടില്ല. കണാര നെയ്യപ്പം റെഡിയായോ? നെയ്യപ്പത്തിന്റെ വാസന അവിടെ എത്തിയപ്പോ നമ്മളെ കുമാരേട്ടൻ ദേ ഇവിടെ എത്തി. കൊച്ചുണ്ണി ഒരു 10 നെയ്യപ്പം എനിക്കും കണാരനും ഇങ്ങോട്ട് എടുക്കൂ. ഏയ് 10 അല്ല, ഒരു 15 ആവാം. 10ഉം 15ഒന്നല്ല, ഈ നെയ്യപ്പം മൊത്തം നിങ്ങൾക്കുള്ള, ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. ദേ കുമാരേട്ട മരോള്. പെട്ടു കുമാരേട്ടാ, പെട്ടു. അച്ഛൻ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് സംശയം തോന്നി ഇവിടെ ഉണ്ടാവുന്നത്. അച്ഛന് ഷുഗർ ലെവൽ എത്രയാന്ന് അറിയില്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ല അധികം മധുരം കഴിക്കരുതെന്ന്. അച്ഛൻ ഒരു ചെറിയ അപ്പം കഴിക്കാൻ വന്നാ അത് ഒന്ന് കഴിച്ചോണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല. കാണാരേട്ടൻ മിണ്ടരുത്. കാണാരേട്ടനാണ് അച്ഛനെ വഴിതെറ്റിക്കണത്. ഞാനെന്താ കുമാരേട്ടനെ വഴിയെത്തിച്ച്? ഈ കാണാരേട്ടന്റെ ഉപദേശം കേട്ടിട്ടാണ് അച്ഛൻ എന്നും രാത്രി ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ ഇരുന്ന് കഴിച്ചോളും ഷുഗർ കുറയുന്നു പറഞ്ഞിട്ട്. എന്നിട്ടോ ഞങ്ങൾ ചോദിച്ചാ പറയും കാണാരേട്ടൻ പറഞ്ഞിട്ടാണ്. നിങ്ങളൊരു തരി മധുരം വീട്ടിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് അവരിവിടെ വന്ന് കഴിക്കുന്നത്. കുട്ടിയൊന്ന് പോയേ. കൊച്ചുണ്ണിയായിട്ട് മിണ്ടരുത്. നിങ്ങൾ ഈ കടയിൽ അപ്പവും മടയൊക്കെ ധാരാളം കൊണ്ടുവച്ചിട്ട് ഇവരുടെ ഷുഗർ ലെവലാ കൂടുന്നത്. അച്ഛങ്ങളുടെ വീട്ടിലേക്ക് വരും. ബാക്കി രമേശ് ചേട്ടൻ്റെ ഒന്ന് മേടിച്ചോളൂ കേട്ടോ. ചതിച്ചു കണാര. എനിക്കെന്താ, നിങ്ങളായി നിങ്ങളെ കുടുംബമായി. ഇതൊന്നും എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന് നിങ്ങളെ മരുകളോട് പറയണം കേട്ടാ. ഈ രാവിലെ തന്നെ നിങ്ങൾ എങ്ങടാ പോണത്? ഇങ്ങനൊരു ചോദ്യം പതിവില്ലല്ലോ. നിങ്ങൾ എവിടെ പോണേന്ന് പറയാ. ഞാൻ കൊച്ചുണ്ണിയാരുടെ കടയിൽ ഉണ്ണിയപ്പം കഴിക്കാൻ. ഒരു ഉണ്ണിയപ്പം നിങ്ങൾ കഴിക്കാൻ പോവില്ല. അടങ്ങി ഒതുക്കി ഇവിടെ ഇരിക്കണം. നിങ്ങൾക്ക് 400 ഷുഗർ. ഷുഗറൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് കൊച്ചുണ്ണിയാരുടെ കടയിൽ പോയിട്ട് ഉണ്ണിയപ്പം കഴിക്കണം. ആഹാ, നിങ്ങൾ പോകുവോ? എന്നാ എനിക്കൊന്ന് കാണണം. ഈ കണാരാറ്റിനെ ആണോ നീ പേടിപ്പിക്കണത്? മര്യാദയ്ക്ക് ഉള്ളിൽ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കുക. അച്ഛൻ കേട്ടപ്പോ ധൃതിയിൽ പോണേ? കൊച്ചുണ്ണീന്റെ കടയിലേ ഉണ്ണിയപ്പം കഴിക്കാൻ പോവുക. എന്തേ ഞങ്ങളെ പറ്റിച്ച് ഉണ്ണിയപ്പം കഴിക്കാൻ പോണ ഈ പരിപാടി ഇനി നടക്കില്ല. അച്ഛൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നോളൂ. കുറച്ച് ദിവസമായി എല്ലാരും കൂടി എന്നെ പിടിച്ചു വെക്കാൻ നോക്കും. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കൃപ, അച്ഛതാ വീണ്ടും പോണു ആ ഉണ്ണിയപ്പം കഴിക്കാൻ കൊച്ചുണ്ണിയേട്ടന്റെ കടയ്ക്ക്. അച്ഛൻ എവിടെയും പോവില്ല. ഗേറ്റ് ഞാൻ പൂട്ടിട്ടു. ആ, ഇനി അതാ നടക്കുള്ളൂ. ഇവിടുത്തെ പൂട്ടിയ ഇവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കോമളം, മര്യാദയ്ക്ക് ഞാൻ ജയിച്ചു തുറക്ക്. എന്നെ അടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പോവാൻ നോക്കുക. നടക്കില്ല കേട്ടോ. കുമാരനോടാണോ കളി? ഇവര് ഗേറ്റ് പൂട്ടിയോ? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ആ കുമാരേട്ടനൊന്ന് വിളിക്കട്ടെ. ഹലോ കുമാരേട്ടൻ. പറയൂ കണാരാ. എന്നെ ഇവിടെ കോമളം പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടി ഗേറ്റ് പൂട്ടിട്ടിരിക്കണ്. ഇവിടെ രമേശൻ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരേ അവസ്ഥയില്ലേ? ആയി. ഇനി ഒന്നും നോക്കണ്ട, ആ ഗേറ്റ് കണ്ട് ചാടുക. ഞാൻ കൊച്ചുണ്ണിയന്റെ കടയിലുണ്ടാവും. ഓക്കെ കണാരാ, ഞാൻ ഗേറ്റ് ചാടുകയാണ്. ഈ കണാരനോടാണോ കളി? ഇതിലും വലിയ ഗേറ്റ് ഞാൻ ചാടിയിട്ടുണ്ട്. ഓ, അച്ഛൻ ഗേറ്റ് ചാടി. ഇനി എന്താ കാണിക്കട്ടെ, ഞാൻ ഇടപെടാൻ നിൽക്കില്ല. കുമാരേട്ടൻ ആദ്യം എത്തിയില്ലേ? പെട്ടെന്ന് ചാടി വേഗം എത്തി. ചാടി എവിടെന്ത് ചാടി? ഞാൻ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് കോമളം ഗേറ്റ് കണ്ട് പൂട്ടി. കണാരൻ ആരാള്? കണാരൻ ഗേറ്റാണ് ചാടി. രമേശനും ഭാര്യയും കൂടിയിട്ട് അവിടെയും ഗേറ്റ് പൂട്ടി. ഞാനും ചാടി. കുമാരേട്ട, ഒരു അബദ്ധം പറ്റി. ഞാൻ ആ ഗേറ്റ് കണ്ട് കയറി കണ്ടപ്പോ ഒരു നല്ലൊരു സൗണ്ട്. എന്റെ ചടി കീറിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എന്നാലും എന്റെ കാണാതേട്ടാ. എന്റേത് കീറില്ല, ഞാൻ ട്രൗസർ ആടിയിലിട്ടത്. ഇതിലൊക്കെ നല്ലതേ കൗബീന. ഇവിടെ അതാണേ. കൊച്ചുണ്ണിയുടെ ഐഡിയ നല്ലത്, അതാണ് സൂപ്പർ. അപ്പൊ കൊച്ചുണ്ണി, എനിക്കും കണാരന് 2 ചായ ഉണ്ണിയപ്പം ഇങ്ങോട്ട് പോരട്ടെ. ചായ ഉണ്ണിയപ്പം ഇപ്പൊ റെഡി.
കൊച്ചുണ്ണി പഞ്ചാര കൂട്ടിയാലും പാലൊട്ടും കുറയ്ക്കണ്ട, വെള്ളം കുറച്ച് മതി. മകനും വരുവോളെന്ന് വിചാരിച്ചാലൊന്നും ഈ കുമാരനെ തിളയ്ക്കാൻ പറ്റില്ല. പണ്ടൊക്കെ കോമളം ദേഷ്യപ്പെടുമ്പോ ഗുണ്ടുപൊടിയെന്ന് വെച്ചില്ല. ഇപ്പൊ കോമളം ദേഷ്യപ്പെട്ട് ഓലപ്പിടക്കം മല